ഈ ഷൈൻ ടീച്ചറെ കുറിച്ചല്ല ഷൈൻ ചെയ്യില്ല എന്ന് പറയുന്നതൊക്കെ താങ്കൾക്ക് പറയാമെന്നേ ഉള്ളൂ ജിൻഡോ. അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും കാര്യം പിടികിട്ടിയിട്ടുണ്ട്. അല്ല, കാര്യം പിടിയിട്ടിട്ടുള്ള ഇതെന്താ അറിയോ, ഈ CID മൂസ സിനിമയിൽ ജഗതി പറയുന്ന പോലെയാ, ഒരു പട്ടിയെ കുറിച്ച് കഥ പറയുമ്പോ അത് എന്നെ കുറിച്ചാണ്, എന്നെ തന്നെയാണ്, എന്നെ മാത്രമാണ് ഉദ്ദേശം തോന്നുന്നത്. ഫ്ലാഷ് ബാക്ക്. വൈപ്പിൻ MLA ആണല്ലോ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് താങ്കൾ ഒരു കോട്സ് ഇട്ടിട്ടുണ്ട്. തുടങ്ങുന്നത് വൈപ്പിൻ കരയിൽ CPM ഇനി ഒരുപാട് ഷൈൻ ചെയ്യില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ പിന്നെ മാഷുമാർക്ക് എന്ന് പറയുന്നിടത്ത് കോട്സ് ഉണ്ട്, കോട്ടകൾ മുറിച്ച് എന്ന് പറയുന്നിടത്ത് കോട്സ് ഉണ്ട്. ഈ കോട്സ് ഉള്ളതൊക്കെ ആളുകൾക്ക് അധിക വായന നടത്താനുള്ള ഒരു സ്പേസ് തന്നെയാണ് ഈ കോട്സ് കൂടി തന്നിരിക്കുന്നത്. അതിൽ ഈ ഷൈൻ എന്ന് പറയുന്ന ഇടത്ത് മാത്രം എന്തായാലും കോട്സ് ഇല്ല. വളരെ പെട്ടെന്ന് താങ്കൾക്ക് വളരെ പെട്ടെന്ന് കോട്സുകളൊക്കെ അതിവായന നടത്താനാണെങ്കിൽ ഷൈന് മാത്രം എന്താ കോട്സ് ഇല്ലാതെ പോയത്? ഷൈന് കോട്സ് ഇട്ടിട്ടില്ല. പക്ഷേ അതല്ല ഉദ്ദേശം. ലക്ഷ്മിക്ക് തോന്നുന്നത് എന്താണ്? അതിന് കോട്സ് ഇടാത്തതിന്റെ കാരണം എന്താണെന്ന് ലക്ഷ്മിക്ക് തോന്നുന്നത്? ഏതായാലും ഉണ്ണികൃഷ്ണനെ കുറിച്ച് ഇവിടെ ഒരു ആരോപണം ഉയർത്തിയിട്ടുണ്ട്. ഏതുണ്ണികൃഷ്ണൻ? നിങ്ങൾ ഏത് ഉണ്ണികൃഷ്ണനെ ആലോചിക്കുന്നത്? ഞാൻ പറയാം, ഞാൻ വൈപ്പിൻ കരയിലെ ഉണ്ണികൃഷ്ണനെ കുറിച്ചിട്ടല്ല. അത്രയാണോ കേൾക്കണ്ടേ? അതാണോ കേൾക്കണ്ടേ? നിങ്ങൾ എന്താ എന്നിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്? താങ്കൾക്ക് പറയാനുള്ളതേ ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അന്ന് ഞാൻ പറയാം. അത് വഴിയേ അറിഞ്ഞോളൂ. അല്ലല്ല, എനിക്ക് ഈ കേസിലെ വിഷയം മനസ്സിലായിട്ടില്ല ഇതുവരെ. എനിക്കൊന്ന് പറഞ്ഞു തരാമോ? നിങ്ങൾക്ക് ഈ കേസിലെ വിഷയം മനസ്സിലായിട്ടില്ല, അത് എന്റെ കുറവല്ല. ഈ ഷൈൻ ടീച്ചറെ കുറിച്ചല്ല ഷൈൻ ചെയ്യില്ല എന്ന് പറയുന്നതൊക്കെ താങ്കൾക്ക് പറയാമെന്നേ ഉള്ളൂ ജിൻഡോ. അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും കാര്യം പിടികിട്ടിയിട്ടുണ്ട്. അല്ല, കാര്യം പിടിയിട്ടിട്ടുള്ള ഇതെന്താ അറിയോ, ഈ CID മൂസ സിനിമയിൽ ജഗതി പറയുന്ന പോലെയാ, ഒരു പട്ടിയെ കുറിച്ച് കഥ പറയുമ്പോ അത് എന്നെ കുറിച്ചാണ്, എന്നെ തന്നെയാണ്, എന്നെ മാത്രമാണ് ഉദ്ദേശം തോന്നുന്നത്. അരുൺകുമാറിന്റെ അക്ഷരാഭ്യാസമില്ല ഈ പോസ്റ്റില്. ഞാൻ എഴുതിയിരിക്കുന്ന പോസ്റ്റില് നിങ്ങൾ പറയുന്ന നേതാക്കന്മാരെ കുറിച്ച് എവിടെയാണ് എഴുതിയിരിക്കുന്നത്? നിങ്ങളൊന്ന് പറഞ്ഞു. കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ താങ്കളുടെ പടം വെച്ച് കേരളത്തിൽ ഒരു MLA ഫോട്ടോ വെച്ച് എഴുതി വെച്ചത്. അങ്ങനെ അഭ്യാസമൊന്നും വേണ്ട, ഇതൊക്കെ വായിച്ചാൽ മനസ്സിലാക്കുന്നവരാ മലയാളികള്. എന്നിട്ട് അയാൾ ചെയ്ത തോന്നിവാസത്തിന് ഞാൻ ഉത്തരവാദിത്തം പറയേണ്ട കാര്യമില്ല. മനസ്സിലായോ? നിങ്ങൾ എത്തിച്ചിട്ടുണ്ട്. താങ്കൾ ആ വിഷയത്തിൽ മാപ്പ് പറയുന്നുണ്ടോ? ആ പോസ്റ്റ് പിൻവലിക്കുന്നുണ്ടോ? അതിലെ കണ്ടന്റിൽ അതോ ഇപ്പോഴും അടിയുറച്ച് നിൽക്കുകയാണോ? ലക്ഷ്മിക്ക് എന്താ മലയാളമല്ലേ മനസ്സിലാകുന്നത്? ഞാൻ ആ പോസ്റ്റ് പിൻവലിക്കുന്നില്ല, അതിലെനിക്കൊരു തെറ്റും പറ്റിയിട്ടില്ല, ഞാൻ മാപ്പ് പറയുന്നില്ല. ഞാൻ എന്തിനാ മാപ്പ് പറയണ്ടേ? ഞാൻ എന്താ ചെയ്തത്? ഏത് നേതാവിന്റെ പേരാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്? നിങ്ങൾക്ക് തോന്നുന്ന അതിവായനയുടെ ഉത്തരവാദിത്തം പറയേണ്ട ആ ബാധ്യത എനിക്കില്ല. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് അങ്ങനെ പലരെ കുറിച്ചും പലതും പല കാലഘട്ടത്തിലും തോന്നും. അത് ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവരെ കുറിച്ച് മാത്രം തോന്നുമ്പോ ഉണ്ടാകുന്ന വേദനയല്ല വേണ്ടത്. സമാധാനമായി